ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളിൽ പലർക്കും ഉള്ള സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മച്ചീനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരന്ന് പോയില്ല, അന്ന് ഇവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് പോണത്. അപ്പം ഞങ്ങൾ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ എന്നോട് ഒരു പുള്ളിക്കാരി ചോദിച്ചേ, എടീ കൊച്ചേ, നിന്റെ പ്രേതാനുഭവം എന്നും പറഞ്ഞ് കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാ, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരിയുടെ അമ്മ മരിച്ചു പോയതാ. അമ്മയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞു മരിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു എന്ന് പറഞ്ഞു, എൻ്റെ കമ്മലും എൻ്റെ മാലയും നിനക്കുള്ളതാന്ന് പറയുമായിരുന്നു പറഞ്ഞു. അപ്പം വേറെ പിന്നെ എന്നാ ഒരു മോതിരോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മോതിരം വേറെ ആർക്കെങ്കിലും ആയിരുന്നിരിക്കും, അത് നമുക്കറിയത്തില്ല. കമ്മലും മാലയും ഇവക്കാന്ന് പറഞ്ഞിട്ട് അപ്പം മരിച്ച് കുളിപ്പിക്കാൻ നേരത്തെ ഇത് അഴിച്ചെടുത്തപ്പം തന്നെ ഈ പുള്ളിക്കാരിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരിയുടെ മാല എന്തോ കാര്യത്തിനൊന്ന് പണയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ മാലയെടുത്ത് പുള്ളിക്കാരി കഴുത്തേലിട്ടുകൊണ്ട് നടന്നു പറഞ്ഞ് കുറേ ദിവസം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നോട് പറഞ്ഞു. എൻ്റെ മോനെ, ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ ഇപ്പം നിന്നോട് പറയാൻ പോണത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കിടക്കുക, അല്ലെ ഒന്ന് കണ്ണങ്ങോട്ട് അടഞ്ഞങ്ങ് പോകുക, അല്ലെങ്കിൽ എന്തേലും ജോലി ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ നമ്മൾ പറയുന്നത്, നമുക്ക് മനസ്സിൽ പല പല ചിന്തകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ജോലികൾ ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇതേ ഇങ്ങനെ വന്നേച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഈ പെടലിപ്പുറകിലുണ്ടല്ലോ വന്നിച്ചിട്ട് ഇങ്ങനെ ഒരു തോണ്ടലാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി കിടന്ന് നല്ല ഉറക്കത്തിലായിരിക്കും എന്ന് പറഞ്ഞു. ഇതേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തോണ്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മാലയെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇതാണ് ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിക്കാരി ഓർത്തുകൊണ്ടിരുന്നത് ഈ അമ്മയുടെ മാലയാണല്ലോ. അപ്പം അങ്ങനെ അവളുടെ ഉപബോധ മനസ്സിലുണ്ടല്ലോ ഇതെൻ്റെ അമ്മച്ചിയുടെ മാലയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇതിങ്ങനെ എത്ര പ്രാവശ്യമായെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മോനെ, എനിക്കറിയത്തില്ല എത്ര പ്രാവശ്യമായെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അവൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഈ മാല ഊരി വെച്ചിട്ടാണ് വൈകിട്ട് കിടക്കുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം പോലും ഇങ്ങനെ വന്ന് തോണ്ടിയിട്ടുമില്ല, ഇങ്ങനെ മാലയെ പിടിച്ച് വലിക്കുന്നതായിട്ടുള്ള ഒരനുഭവം ഉണ്ടായിട്ടുമില്ല എന്ന് പറഞ്ഞു, മാല ഊരി വെച്ചാൽ. പക്ഷേങ്കിൽ ഈ മാല കഴുത്തേ കിടന്നാലുള്ള ഒരു അനുഭവമാണ് പുള്ളിക്കാരി പറഞ്ഞത്. പേരും അവർ താമസിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ്. കാരണം അവരുടെ പുള്ളിക്കാരിക്ക് വന്നിരുന്നതിനോ അല്ല ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നതിനൊന്നും ഒരു മടിയുള്ള ഒരാളല്ല. പക്ഷെ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ഇതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേരും ആളെ ഒന്നും നിങ്ങളുടെ അടുക്കൽ പറയാത്തത്. അപ്പം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിപ്പം നിങ്ങളോട് പറയാൻ പോണത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, അല്ലെ നമ്മുടെ ആരെങ്കിലും നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവരുടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അതായത് ഈ മരിച്ചു പോയവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു കടയിൽ പോയി, ഒരു ജവളിക്കടയിൽ പോയി, ഏറ്റവും അവർ തിരഞ്ഞെടുത്താണല്ലോ, നമ്മൾ ആരും ഡ്രസ്സ് എടുത്താലും നമ്മുടെ മനസ്സിനിണങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ എടുക്കുന്നത്. ചിലപ്പം നമ്മുടെ കയ്യിലേ ഉണ്ടല്ലോ കാശ് കുറവാണ്, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ആഗ്രഹിച്ച സാധനം മേടിക്കാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാധനങ്ങൾ എടുക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എപ്പോഴും നമ്മുടെ കയ്യിൽ നിറയെ കാശ് കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവരിഷ്ടപ്പെട്ട സാധനമായിരിക്കും ഈ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ സാധനം അവരുടെ മരണശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആത്മാവെന്ന് പറയുന്നത്, ആ ആത്മാവ് 1 വർഷത്തോളം ഭൂമിയിൽ ചുറ്റിത്തിരിയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, നേരിട്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങളോട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ ഒരു കാറ്റായിട്ടും നമ്മളായിരിക്കും മഴയായിട്ടും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ഒരു കുളിരായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട, ഒരിക്കലും നമ്മളെ വിട്ടു പിരിയത്തില്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മരിച്ചുപോയ ആൾക്കാരെ കാണണം, അല്ലെ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു ഇലയെങ്കിലും അനങ്ങണേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിച്ചപ്പോൾ ആ ഇല അനങ്ങിയത് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. ആ കാര്യവും ഇതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ മരിച്ചു പോയവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കരുത്. ഡ്രസ്സായിക്കോട്ടെ, ഡ്രസ്സാണെങ്കിലുണ്ടല്ലോ നമ്മളത് ദാനമായിട്ട് കൊടുത്തേക്കണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം, അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള പുഴയിൽ ഒഴുക്കി കളയുക. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ ഡ്രസ്സും എല്ലാം ഇതുപോലെ കളയുമായിരുന്നു, ആരും ഒന്നും എടുക്കത്തില്ലായിരുന്നു.
ഇപ്പോഴാണ് അതിനോടൊന്നും ആർക്കും, ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പെട്ടവർക്ക് ആർക്കും വിശ്വാസമില്ല. അതിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചോദിക്കും, നിങ്ങൾ അന്ധവിശ്വാസം കൊണ്ട് വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ വന്നെന്നറിയുമേ. അതൊന്നും കുഴപ്പമില്ലെന്നേ. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുന്നവരുണ്ട്, പറഞ്ഞോട്ടെ. എങ്കിലും ഞാൻ പറയാണ്, മരിച്ചു പോയവരുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരിക്കലും കുടുംബാംഗങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ സ്വർണ്ണം ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു മാലയോ കമ്മലോ വളയോ ഒക്കെ മേടിക്കുന്നത്. നമ്മളതുണ്ടല്ലോ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉപബോധ മനസ്സിലും ഉണ്ടാകും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന അവർക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തോണ്ടുവോ പിടിക്കുവോ ഈ സാധനത്തിനോട് ആഗ്രഹം, അത് നമ്മൾ കൊടുത്തിട്ട് ഉരുക്കി പണിയിപ്പിക്കുകയോ അല്ലെ മാറി മേടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നേ. അതല്ല, അന്നേരം ചോദിക്കും ആൾക്കാർ, ഇത് തലമുറ കൈമാറി വന്ന സ്വർണ്ണാഭരണങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു 3 തലമുറയ്ക്ക് പുറകോട്ട് മാറിയിട്ട് കിട്ടുന്ന സ്വർണത്തിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാലും ആരും തന്നെ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ പറയുക, എൻ്റെ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു മാല അല്ലെ ഒരു വള ഞാൻ മേടിച്ചു കൊടുത്തെന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ അമ്മച്ചി തന്നെ മേടിച്ചു കൊടുത്തു. അമ്മ അത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കയ്യിലിട്ടുണ്ടൊക്കെ അമ്മയുടെ കൊതിയോ അല്ലെ ആഗ്രഹമോ ഒന്നും തീർന്നു കാണിയല്ല. ദൈവമേ അങ്ങനെ വരാതിരിക്കട്ടെ. അമ്മച്ചിയുടെ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മയുടെയോ അതിൻ്റെ മുത്തശ്ശിയുടെയോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ നമുക്കത് ഭദ്രമായിട്ട് മാറ്റി വെക്കുമോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഉണ്ടല്ലോ മരിച്ചു പോയവരുടെ വാച്ച്, അതുപോലെ തന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യെ കെട്ടിയിരിക്കുന്ന ചരട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. അതൊക്കെ കത്തിച്ച് നമ്മൾ കാണും. പിന്നെ ചെരുപ്പെന്ന് പറഞ്ഞ ഒരു സാധനം ആളെ കൊണ്ട് ദഹിപ്പിച്ചാൽ അല്ലെ അടക്കം ചെയ്താൽ അപ്പോഴേ ആ ചെരുപ്പെന്ന് പറഞ്ഞ സാധനം മാറ്റിക്കണം. ഈ ചെരുപ്പുണ്ടല്ലോ രണ്ടും കൂടെ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒഴുക്കി കളയാനും ശ്രമിക്കരുത്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ ചെരുപ്പ് ഒരു കൊള്ളുകലാത്ത ഒരു സാധനമാണ്. അതായത് കാലിന് തുല്യമാണ് നമ്മുടെ കാലിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ്. അതല്ലേ പറയുന്നത്, ചെരുപ്പ് തേഞ്ഞു തീർന്നു, അല്ലെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാകത്തിന് അല്ലാതാകുക, അപ്പോഴേ നമ്മൾ ഈ ചെരുപ്പ് എടുത്ത് മാറ്റിക്കളയുന്നത്. ചെരുപ്പ്, അതുപോലെ നമ്മൾ അടിക്കുന്ന ചൂലിങ്ങനെ അടിച്ച് തീർന്നു കഴിയുമ്പോഴല്ലേ ചില വീട്ടിൽ കാണാം ഉപയോഗിക്കാതെ ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊക്കെ ഇട്ടേക്കുന്നത്. അതൊന്നും കൊള്ളിയല്ല. ഈ സാധനം ഉണ്ടല്ലോ ചെരുപ്പിൻ്റെ വള്ളി രണ്ടും വലിച്ചെടുത്ത് പൊട്ടിച്ചേച്ചും കളഞ്ഞേച്ചിട്ട് വേണം വല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ, അല്ലെങ്കിൽ നമുക്കിപ്പം വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്നുണ്ടല്ലോ ആ കൂടെ ഇട്ട് കളഞ്ഞേക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇപ്പം എത്ര കൂട്ടം ഞാൻ പറഞ്ഞു, വാച്ച്, ചരട്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ നമ്മൾ കിടക്കുന്ന എന്ന് വെച്ചാൽ കട്ടിലേൽ ബെഡ് വിരിച്ചിട്ടാണല്ലോ കിടക്കുന്നത്. എന്തേലായാലും അവരും കിടന്നും മരണപ്പെട്ട ആ ബെഡും പിന്നെ പില്ലോയും പുതപ്പും ഷീറ്റും ഒന്നും നമ്മൾ ഉപയോഗിച്ചേക്കരുത്. ഇവരുടെ ദഹിപ്പീര് കഴിഞ്ഞാൽ അന്ന് തന്നെ സമയമുണ്ടെങ്കിൽ ഇതെടുത്ത് നശിപ്പിച്ചുക എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക. അതല്ലേ പിറ്റേന്നേലും ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീട് ശുദ്ധവൃത്തിയാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മളാരും തുണിയും ഡ്രസ്സും ഇതൊന്നുമില്ലാതെ നടക്കുന്നവരല്ലല്ലോ. അപ്പം നമ്മളിത് കഴിവതും മരണപ്പെട്ടു പോയവരുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോണത്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ അവരുടെ ഫോട്ടോ എടുക്കുമല്ലോ. ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ഫോട്ടോ എടുത്ത് വെച്ചോ ഒരു കുഴപ്പവും. പക്ഷേ എങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, സിറ്റ് ഔട്ട് അതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴും നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴും പുറത്തോട്ട് ഇറങ്ങിപ്പോകുമ്പോഴും ഒരിക്കലും ഈ മരണപ്പെട്ടവരുടെ ഫോട്ടോ കണ്ടുവച്ചിട്ട് പോകാൻ പാടില്ല. ഇപ്പം ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ ഇങ്ങനെയുള്ള പ്രമുഖരുടെയൊക്കെ ഫോട്ടോ ഓരോ സ്ഥാപനത്തിലും വെച്ചിട്ടുണ്ടല്ലോ, അത് എപ്പോഴും ഇവർ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നു നോക്കി. അതൊരു സ്ഥാപനമാണ്, വീടല്ല. ഞാൻ വീടിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മൾ ഒരു മുറിയിലോ ഇങ്ങനെ ഈ സൈഡിലെ ഭിത്തിയിൽ ഈ രണ്ട് സൈഡിലെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊരു സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ സിറ്റ് ഔട്ട്, നമ്മൾ ഈ സിറ്റ് ഔട്ടിൻ്റെ നേരെയാണല്ലോ നമ്മുടെ ഡോർ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ കാണുന്ന നേരെ ഫ്രണ്ടിലെ ഹാളിലെ ഭിത്തിയിൽ മരണപ്പെട്ടു പോയവരുടെ ഫോട്ടോ ഒരു കാരണവശാലും വയ്ക്കരുത്. അത് നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്ക് അനുഭവപ്പെടുമല്ല, നെഗറ്റീവ് എനർജിയാണത്. അപ്പോൾ ആ ഭിത്തിയെ തന്നെ വെക്കാണ്ട് നമ്മുടെ ഈ വശത്തെ ഭിത്തിയില്ലേ അവിടെ വെച്ചോന്നേ ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഒരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ കണക്കിലെടുക്കരുത്. ഇത് പല അനുഭവങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയുന്നത്. അല്ലേ ഏതെങ്കിലും റൂമിൽ വെച്ചോ, നമ്മളെപ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും അകത്തോട്ട് വരുമ്പോഴും ഇവരെ കാണാണ്ട് ഉള്ള രീതിയിൽ ഈ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ പലരും കാണാം നമ്മൾ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ മരിച്ചു പോയവരുടെ ഫോട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും മൊബൈൽ എടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്കൊരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകും. പക്ഷേ ഉണ്ടല്ലോ ആ വിഷമം ഉണ്ടല്ലോ ആ ആത്മാവിന് സഹിക്കാൻ പറ്റത്തില്ല. മൊബൈലിലെല്ലാം ഫോട്ടോ കിടന്നോട്ടെ, പക്ഷെ ഫ്രണ്ടിൽ നിങ്ങൾ ഇടാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ അയ്യോ അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനും പറഞ്ഞ് എപ്പോഴും നമ്മൾ അവരെ തന്നെ ഓർത്തിരുന്ന് കരഞ്ഞ് വിളിച്ചിരിക്കരുത്. അവരുടെ ആത്മാവിന് ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല. നമ്മുടെ കൂടെ ഇത്രയും കാലം ഭൂമിയിൽ ജീവിക്കാനായിട്ട് ദൈവം തന്ന അവസരം അവർക്ക് കൊടുത്തതിനോർത്ത് വേണം നമ്മൾ സന്തോഷിക്കാൻ കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട എന്നല്ല പറഞ്ഞു, എപ്പോഴും അത് തന്നെ ഓർത്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെ ഞാൻ ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു? എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ.